നമസ്കാരം. എല്ലാവർക്കും PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. LDC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ LD ക്ലർക്ക് 2020 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 003/2020M വേർഷനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഭവാനി, ഓപ്ഷൻ ബി പാമ്പാർ, ഓപ്ഷൻ സി കബനി, ഓപ്ഷൻ ഡി കുന്തിപ്പുഴ. ആൻസർ കബനി. ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. സെക്കൻഡ് വൺ, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ, ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മിഭായ്, ഓപ്ഷൻ സി ഗൗരി പാർവതിഭായ്, ഓപ്ഷൻ ഡി ധർമ്മരാജ. ആൻസർ ഗൗരി ലക്ഷ്മിഭായ്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മിഭായ്. തേർഡ് വൺ, വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഓപ്ഷൻ എ സേവന മേഖല, ഓപ്ഷൻ ബി പ്രാഥമിക മേഖല, ഓപ്ഷൻ സി ദ്വിതീയ മേഖല, ഓപ്ഷൻ ഡി തൃതീയ മേഖല. ആൻസർ ദ്വിതീയ മേഖല. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ദ്വിതീയ മേഖല. ഫോർത്ത് വൺ, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഓപ്ഷൻ എ മന്ത്രിസഭ, ഓപ്ഷൻ ബി പഞ്ചായത്ത്, ഓപ്ഷൻ സി കോടതി, ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദം. ആൻസർ ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഫിഫ്ത്ത് വൺ, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു കാരണമായ ഉടമ്പടി ഏത്? ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി, ഓപ്ഷൻ ബി മോസ്കോ ഉടമ്പടി, ഓപ്ഷൻ സി വേഴ്സായ് ഉടമ്പടി, ഓപ്ഷൻ ഡി ബോസ്റ്റൺ ഉടമ്പടി. ആൻസർ പാരീസ് ഉടമ്പടി. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു കാരണമായ ഉടമ്പടി ഏത്? പാരീസ് ഉടമ്പടി. സിക്സ്ത് വൺ, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി രാജ്യസഭാ ഉപാധ്യക്ഷൻ. ആൻസർ ലോക്സഭാ സ്പീക്കർ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ലോക്സഭാ സ്പീക്കർ. സെവൻത് വൺ, ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ലാഹോർ, ഓപ്ഷൻ ബി അമൃത്സർ, ഓപ്ഷൻ സി റാവൽപിണ്ടി, ഓപ്ഷൻ ഡി ഗുരുദാസ്പൂർ. ആൻസർ ലാഹോർ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലാഹോർ. എയ്റ്റ് വൺ, പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മലബാർ തീരം, ഓപ്ഷൻ ബി സിർക്കാർ തീരം, ഓപ്ഷൻ സി കൊറമണ്ടൽ തീരം, ഓപ്ഷൻ ഡി കൊങ്കൺ തീരം. ആൻസർ കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. നയൻത് വൺ, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 2015 ഏപ്രിൽ 1, ഓപ്ഷൻ ബി 2015 ജനുവരി 1, ഓപ്ഷൻ സി 2015 ജൂലൈ 1, ഓപ്ഷൻ ഡി 2015 ഒക്ടോബർ 1. ആൻസർ 2015 ജനുവരി 1. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? 2015 ജനുവരി 1. ടെൻത്ത് വൺ, നയൻകാര, അയ്യഗാർ എന്നീ ഭരണ രീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? ഓപ്ഷൻ എ മറാത്ത സാമ്രാജ്യം, ഓപ്ഷൻ ബി മുഗൾ സാമ്രാജ്യം, ഓപ്ഷൻ സി വിജയനഗര സാമ്രാജ്യം, ഓപ്ഷൻ ഡി ബാമിനി സാമ്രാജ്യം. ആൻസർ വിജയനഗര സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണ രീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം. 11th വൺ, ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിംഗസ് എന്ന് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഓപ്ഷൻ എ കിഴക്ക് പടിഞ്ഞാറ്, ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറ്, ഓപ്ഷൻ സി വടക്ക് കിഴക്ക്, ഓപ്ഷൻ ഡി തെക്ക് വടക്ക്. ആൻസർ തെക്ക് വടക്ക്. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിംഗസ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? തെക്ക് വടക്ക്. 12th വൺ, ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇൻ്റർനെറ്റ് ഏർപ്പെടുത്തുന്നത്, ഓപ്ഷൻ ബി ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഓപ്ഷൻ സി മന്ത്രിമാർ ഇമെയിൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത്, ഓപ്ഷൻ ഡി തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത്.
ആൻസർ ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. 13th വൺ, താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഓപ്ഷൻ എ ഹരിത വിപ്ലവം, ഓപ്ഷൻ ബി ഗരീബി ഹട്ടാവോ, ഓപ്ഷൻ സി വ്യവസായവൽക്കരണം, ഓപ്ഷൻ ഡി പുത്തൻ സാമ്പത്തിക നയം. ആൻസർ ഹരിത വിപ്ലവം. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഹരിത വിപ്ലവം. 14 ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഓപ്ഷൻ എ 2304 അടി, ഓപ്ഷൻ ബി 2430 അടി, ഓപ്ഷൻ സി 2403 അടി, ഓപ്ഷൻ ഡി 2340 അടി. ആൻസർ 2403 അടി. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? 2403 അടി. 15 ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ഓപ്ഷൻ എ ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ബി വിജിലൻസ് കമ്മീഷൻ, ഓപ്ഷൻ സി ലോകായുക്ത, ഓപ്ഷൻ ഡി ലോക്പാൽ. ആൻസർ ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ലോക്പാൽ. 16 ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഖരം, ഓപ്ഷൻ ബി ദ്രാവകം, ഓപ്ഷൻ സി വാതകം, ഓപ്ഷൻ ഡി പ്ലാസ്മ. ആൻസർ ഖരം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖരം. 17 പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 2010, ഓപ്ഷൻ ബി 2011, ഓപ്ഷൻ സി 2012, ഓപ്ഷൻ ഡി 2013. ആൻസർ 2012. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2012. 18 ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ആസാം. ആൻസർ ആസാം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാം. 19 ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ഓപ്ഷൻ എ ജാതി ലക്ഷണം, ഓപ്ഷൻ ബി ജാതി കുമ്മി, ഓപ്ഷൻ സി ഈശ്വര വിചാരം, ഓപ്ഷൻ ഡി ജാതി മീമാംസ. ആൻസർ ജാതി കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ജാതി കുമ്മി. 20 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 21 പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്. ഓപ്ഷൻ എ ഫാസിക്കിൾ, ഓപ്ഷൻ ബി മയോഫൈബ്രിൻ, ഓപ്ഷൻ സി സാർക്കോമിയർ, ഓപ്ഷൻ ഡി ആക്ടിൻ. ആൻസർ സാർക്കോമിയർ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. 22 യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ. ഓപ്ഷൻ എ കോർട്ടിസോൾ, ഓപ്ഷൻ ബി തൈമോസിൻ, ഓപ്ഷൻ സി ഇൻസുലിൻ, ഓപ്ഷൻ ഡി വാസോപ്രസിൻ. ആൻസർ തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ. 23 ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി ജലം, ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. ആൻസർ യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ്. 24 ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ജോൺ റേ, ഓപ്ഷൻ ബി കാൾ ലിനേയസ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി തിയോഫ്രാറ്റ്സ്. ആൻസർ കാൾ ലിനേയസ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ്. 25ാമത്തെ ചോദ്യം മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്. ഓപ്ഷൻ എ ആസ്ട്രോസൈറ്റുകൾ, ഓപ്ഷൻ ബി കഫർ സെല്ലുകൾ, ഓപ്ഷൻ സി ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ, ഓപ്ഷൻ ഡി ഷ്വാൻ സെല്ലുകൾ. ആൻസർ ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. 26 മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ യഥാർത്ഥം തലതിരിഞ്ഞത്, ഓപ്ഷൻ ബി യഥാർത്ഥം നിവർന്നത്, ഓപ്ഷൻ സി മിഥ്യ നിവർന്നത്, ഓപ്ഷൻ ഡി മിഥ്യ തലതിരിഞ്ഞത്. ആൻസർ യാഥാർത്ഥ്യം തലതിരിഞ്ഞത്. മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? യാഥാർത്ഥ്യം തലതിരിഞ്ഞത്.
27 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ആങ്സ്ട്രം, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി വെബർ, ഓപ്ഷൻ ഡി ഫെർമി. ആൻസർ ഫെർമി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഫെർമി. 28 ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി ആർക്കിമെഡീസ് തത്വം, ഓപ്ഷൻ സി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. ആൻസർ പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? പാസ്കൽ നിയമം. 29 സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രവർത്തനം, ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം, ഓപ്ഷൻ സി ഫിഷൻ പ്രവർത്തനം, ഓപ്ഷൻ ഡി ഡോപ്ലർ ഇഫക്റ്റ്. ആൻസർ ഫ്യൂഷൻ പ്രവർത്തനം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഫ്യൂഷൻ പ്രവർത്തനം. 30 ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? ഓപ്ഷൻ എ മീഥെയ്ൻ, ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ആൻസർ ഹൈഡ്രജൻ. ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? ഹൈഡ്രജൻ. 31 ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക്, ഓപ്ഷൻ സി കീബോർഡ്, ഓപ്ഷൻ ഡി ലൈറ്റ് പെൻ. ആൻസർ കീബോർഡ്. ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? കീബോർഡ്. 32 താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി പ്രോം, ഓപ്ഷൻ ഡി ഇ പ്രോം. ആൻസർ റാം. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? റാം. 33 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ലാംഗ്വേജ് പ്രോസസ്സർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ആൻസർ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയർ. 34 ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ടെലിഫോൺ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി കേബിൾ TV നെറ്റ്വർക്ക്, ഓപ്ഷൻ സി റെയിൽവേ നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ്. ആൻസർ ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. 35 താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എഴുതുക. ഓപ്ഷൻ എ യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേഷൻ, ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ഓപ്ഷൻ സി യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ, ഓപ്ഷൻ ഡി യൂണിറ്റി റിസോഴ്സ് ലൊക്കേഷൻ. ആൻസർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എഴുതുക. URLൻ്റെ പൂർണ്ണരൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 36 ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. ആൻസർ ലോക്സഭാ സ്പീക്കർ. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. 37 ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ, ഓപ്ഷൻ ബി ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ, ഓപ്ഷൻ സി പ്രസിഡന്റ് ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ, ഓപ്ഷൻ ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ആൻസർ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. 38 ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ഗുൽസാരി ലാൽ നന്ദ, ഓപ്ഷൻ ഡി ബൽദേവ് സിംഗ്. ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. 39 സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്, ഓപ്ഷൻ ബി കൺകറന്റ് ലിസ്റ്റ്, ഓപ്ഷൻ സി സ്റ്റേറ്റ് ലിസ്റ്റ്, ഓപ്ഷൻ ഡി ഒരു ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല. ആൻസർ യൂണിയൻ ലിസ്റ്റ്. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 40 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 3-ാം ഭേദഗതി, ഓപ്ഷൻ ബി 5-ാം ഭേദഗതി, ഓപ്ഷൻ സി 7-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 9-ാം ഭേദഗതി. ആൻസർ 7-ാം ഭേദഗതി. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 7-ാം ഭേദഗതി. 41 സൈക്കോ എന്ന തൂലികാനാമം ഏതു എഴുത്തുകാരൻ്റെതാണ്?
ഓപ്ഷൻ എ കെ പത്മനാഭൻ, ഓപ്ഷൻ ബി ഇ മുഹമ്മദ്, ഓപ്ഷൻ സി ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി, ഓപ്ഷൻ ഡി എൻ വാസുദേവൻ നായർ. ആൻസർ ഇ മുഹമ്മദ്. സൈക്കോ എന്ന തൂലികാനാമം ഏതു എഴുത്തുകാരൻ്റേതാണ്? ഇ മുഹമ്മദ്. 42. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ എ പി വി സിന്ധു, ഓപ്ഷൻ ബി സൈന നെഹ്വാൾ, ഓപ്ഷൻ സി ശ്രീകാന്ത് കിഡംബി, ഓപ്ഷൻ ഡി പ്രണോയ് കുമാർ. ആൻസർ പി വി സിന്ധു. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം പി വി സിന്ധു. 43. ഇങ്കുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ എ സച്ചിദാനന്ദൻ, ഓപ്ഷൻ ബി പൊൻകുന്നം വർക്കി, ഓപ്ഷൻ സി സി എൻ ശ്രീകണ്ഠൻ നായർ, ഓപ്ഷൻ ഡി പി ജെ ആൻ്റണി. ആൻസർ പി ജെ ആൻ്റണി. ഇങ്കുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് പി ജെ ആൻ്റണി. 44. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ന്യൂസിലാൻഡ്, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ആൻസർ ന്യൂസിലാൻഡ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ന്യൂസിലാൻഡാണ്. 45. ചുവടെ ചേർത്തിട്ടുള്ള ഏതു രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ഡി ക്യൂബ. ആൻസർ ബംഗ്ലാദേശ്. ഏതു രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ബംഗ്ലാദേശ്. 46. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി സ്കോട്ട്ലാൻഡ്, ഓപ്ഷൻ ഡി ഇന്ത്യ. ഇതിൽ ആദ്യം ആൻസർ കീയിൽ ദക്ഷിണാഫ്രിക്ക എന്നാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ അതിൽ വെന്യൂവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ബിർമിംഗ്ഹാം ആണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് മാറ്റം വരുമോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക മാറി ബിർമിംഗ്ഹാം ആണ് ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ബിർമിംഗ്ഹാം. 47. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി മലപ്പുറം. ആൻസർ മലപ്പുറം. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. 48. എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 18. ആൻസർ 17. 2019 ഇന്ത്യയിൽ നടന്നത് 17ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. 49ാമത്തെ ചോദ്യം. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 എന്ന ലാൻഡറിന് നൽകിയ പേര്. ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ പ്രഗ്യാൻ, ഓപ്ഷൻ ബി വിക്രം, ഓപ്ഷൻ സി എക്സ്പ്ലോറർ, ഓപ്ഷൻ ഡി കലാം. ആൻസർ വിക്രം. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിന് നൽകിയ പേര് വിക്രം എന്നായിരുന്നു. 50ാമത്തെ ചോദ്യം. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ പ്രൊഫസർ രവീന്ദ്രനാഥ്, ഓപ്ഷൻ ബി മേഴ്സിക്കുട്ടിയമ്മ, ഓപ്ഷൻ സി കെ ടി ജലീൽ, ഓപ്ഷൻ ഡി കെ രാജു. കെ രാജു ആയിരുന്നു 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആയിരുന്നത്. 51. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ഓവർ. ആൻസർ ഓൺ. ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ. 52. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. ഓപ്ഷൻ എ ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി ഫോർ. ആൻസർ ദ. വി എൻജോയ്ഡ് ദ ഫൺ. 53. they dash for you. Option A waits, option B is waiting, option C wait, option D are waiting. They are waiting for you. 54. The synonym of eccentric is. Option A peculiar, option B efficient, option C eternal, option D proficient. Answer peculiar. The synonym of eccentric is peculiar. 55. They lead a happy life. The word happy is a dash. Option A noun, option B adjective, option C adverb, option D verb. Answer adjective. They lead a happy life. The word happy is an adjective. 56. The antonym of extravagant is dash. Option A real, option B hostile, option C frugal, option D enemy. Answer frugal. The antonym of extravagant is frugal. 57. Our Jawans would not
dash to the enemies. Option A, give in. Option B, give away. Option C, give up. Option D, give out. Answer, give in. Our Jawans would not give in to the enemies. 58. Rice is the staple food of Kerala. This is a dash. Option A, exclamatory sentence. Option B, assertive sentence. Option C, imperative sentence. Option D, interrogative sentence. Answer, assertive sentence. Rice is the staple food of Kerala is an example for assertive sentence. 59. The gender of the word peacock is dash. Option A, common. Option B, masculine. Option C, feminine. Option D, neuter. Answer, masculine. Peacock is masculine. 60. Which is correct? Vacation and spelling VACATION. Correct ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ്? VACATION. 61. The question tag for he said nothing. Option and answer പറയാം. Did he? ഓപ്ഷൻസിൽ did he, didn't he, has he, had he. He said nothing. Past tense ആയതുകൊണ്ടും നെഗറ്റീവ് വരുന്നതുകൊണ്ടും ടാഗ് പോസിറ്റീവാണ്. Did he ആണ് ആൻസർ. 62. If you learn well, you dash the exam. Option A, can pass. Option B, could pass. Option C, could have passed. Option D, could passed. Answer, you can pass the exam. If you learn well, you can pass the exam. Type if clause type 1 ആണ്. If you learn well, you can pass the exam. 63. Sunstroke is a word formed using option A, prefix. Option B, suffix. Option C, compound. Option D, none of the above. Answer, compound. Sunstroke is a word formed using compound. 64. Choose the correct idiom to substitute the underlined word. He did not work. He did the work irregularly. Underline ചെയ്തിരിക്കുന്നത് irregularly ആണ്. Options. Option A, in black and white. Option B, by fits and starts. Option C, in deep water. Option D, head over heels. Answer, by fits and starts. He did the work irregularly. And option C, in deep waters. Option D, head over heels. Answer, by fits and starts. Choose the correct idiom to substitute the underlined word. He did the work irregularly. Irregularly എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇഡിയം ആണ് by fits and starts. 65. The passive form of the child broke the toys is. ആൻസർ പറയാം. The toys were broken by the child. Past tense ആണ്. അപ്പോൾ the toys സബ്ജക്റ്റ് ആയിട്ട് വരും. The toys were broken by the child. 66. I dash just come. Option A, was. Option B, am. Option C, has. Option D, have. Answer, have. I have just come. 67. One word substitute for the original inhabitants of a place is dash. Option A, accomplices. Option B, aborigines. Option C, hedonist. Option D, cosmopolitans. Answer, aborigines. The original inhabitants of a place. അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് aborigines. ABORIGINES. 68. The candidates dash be in possession of their hall tickets. Option A, can. Option B, may. Option C, will. Option D, must. Answer, must. The candidates must be in possession of their hall tickets. 69. Balu to Akshara, where are you going? The reported form of the sentence is Balu asked Akshara where she was going. Answer ആണ് Balu asked Akshara where she was going. 70. His only bad habits is smoking. The underlined word is a dash. Option A, gerund. Option B, present participle. Option C, past continuous. Option D, none of the above. Answer, gerund. സ്മോക്കിംഗ് ING ഫോം വരുമ്പോൾ അത് ജെറണ്ട് ആണ്. ആൻസർ ജെറണ്ട്. ഇനി 71 മുതലുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ക്വസ്റ്റ്യൻസ്, അതിനുശേഷം മലയാളം ക്വസ്റ്റ്യൻസ് ആണ് 91 മുതൽ. 91. തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ ഒന്നാം. ഓപ്ഷൻ ബി കണ്ടവൻ. ഓപ്ഷൻ സി മൂപ്പൻ. ഓപ്ഷൻ ഡി വെണ്മ. ആൻസർ വെണ്മ. തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണമാണ് വെണ്മ.
92 കൈകാലുകൾ സമാസം എന്ത്? ദ്വന്ദ്വ സമാസം. കൈയും കാലും എന്ന് വിഗ്രഹിക്കുമ്പോൾ അത് ദ്വന്ദ്വ സമാസമാണ്. 93 ശരിയായ രൂപം ഏത്? അതിൽ അഭ്യസ്ത വിദ്യൻ എന്നുള്ള ഓപ്ഷൻ എ ആണ്. അഭ്യസ്ത വിദ്യൻ, അത് എഴുതുന്ന സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അഭ്യസ്ത വിദ്യൻ. 94 ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക്. ഓപ്ഷൻ എ ഋഷഭം, ഓപ്ഷൻ ബി ഋഗ്വേദം, ഓപ്ഷൻ സി ആർഷം, ഓപ്ഷൻ ഡി ഋതുക്കൾ. ആൻസർ ആർഷം. ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ആർഷം. 95 അർത്ഥം എഴുതുക. ഇനൻ. ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി സൂര്യൻ, ഓപ്ഷൻ സി നക്ഷത്രം, ഓപ്ഷൻ ഡി രാത്രി. ആൻസർ സൂര്യൻ. ഇനൻ എന്ന അർത്ഥം സൂര്യൻ. 96 ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി? ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം, ഓപ്ഷൻ ബി സുഗതകുമാരി, ഓപ്ഷൻ സി മാധവിക്കുട്ടി, ഓപ്ഷൻ ഡി ബാലാമണി അമ്മ. ആൻസർ ലളിതാംബിക അന്തർജനം. ആത്മകഥയ്ക്കൊരാമുഖം എന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിയാണ്. 97 കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ. കേരളവർമ്മ വല്യകോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ കേരളവർമ്മ വല്യകോയി തമ്പുരാൻ. 98 ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ തകഴി, ഓപ്ഷൻ ബി ബാലാമണിയമ്മ, ഓപ്ഷൻ സി കെ എം ജോർജ്, ഓപ്ഷൻ ഡി ശൂരനാട് കുഞ്ഞൻപിള്ള. ആൻസർ ശൂരനാട്ട് കുഞ്ഞൻപിള്ള. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട്ട് കുഞ്ഞൻപിള്ള. 99 നായ കഥാപാത്രമായ ഒരു കഥ. ഓപ്ഷൻ എ ശബ്ദിക്കുന്ന കലപ്പ, ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ, ഓപ്ഷൻ സി കടൽ തീരത്ത്, ഓപ്ഷൻ ഡി നെയ്പായസം. ആൻസർ വെള്ളപ്പൊക്കത്തിൽ. നായ കഥാപാത്രമായ ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. 100 ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത്. ഓപ്ഷൻ എ എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ ബി ടി പത്മനാഭൻ, ഓപ്ഷൻ സി പൊൻകുന്നം വർക്കി, ഓപ്ഷൻ ഡി കാരൂർ നീലകണ്ഠപിള്ള. ആൻസർ കാരൂർ നീലകണ്ഠപിള്ള. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്താണ് കാരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ. ഇനി ഇതിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.